നമുക്ക് കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ നിന്നുകൊണ്ട് തിരുവചനങ്ങളെ ധ്യാനിക്കാം. ഇന്ന് ഈ ദിവസം അനുഗ്രഹപ്രദമായി കർത്താവിൻ്റെ കാൽപ്പാദത്തിലിരിക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലജ്ജയായതിലെല്ലാം മാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ സാരാംശവും ശ്രേഷ്ഠതയും മനസ്സിലാക്കുവാനും അറിയുവാനും അതിൽ കൂടി പരിജ്ഞാനം നമുക്ക് ലഭിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുവാനുള്ള ഈ സമയം എത്രയും മനോഹരമാകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് കർത്താവിൻ്റെ രഹസ്യങ്ങളെ ആരായാം. ഇന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് ധ്യാനത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി. 6-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് പഠിക്കാം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ, നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. തിരുവചനത്തിൻ്റെ സാരാംശം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ അതിൻ്റെ യഥാർത്ഥമായ ആഴത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 6-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത് അവരിൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് സുവിശേഷം? പൗലോസ്ലീഹ പറയാണ്, ഈ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വായിക്കുക കേട്ടോ. 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എന്ന് വായിച്ചില്ലല്ലോ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അപ്പോൾ സുവിശേഷം എങ്ങനെയാണ് ദൈവശക്തി ആകുന്നത്? എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വ്യാപരിക്കുന്നത് കർത്താവിനെ പറ്റി പ്രസംഗിക്കുക എന്നുള്ളതാണ്, അല്ലേ? കർത്താവ് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് വിടുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിപ്പീൻ. നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ടോ? ആരും പോകുന്നില്ല. അപ്പോൾ സുവിശേഷത്തിന് 2 മാനങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെയൊരു സുവിശേഷമുണ്ട്. നമ്മൾ പലരോടും പല ഭാഗത്തും രാജ്യങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് വരം കിട്ടിയവർ ചെയ്തുകൊള്ളും. എന്നാൽ നമുക്ക് അങ്ങനെ വരമില്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ഇപ്പോൾ പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ള വിളി എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു വിളിയുണ്ട്. എന്താണ്? എങ്ങനെയാണ് അത് സാക്ഷിക്കുന്നത്? അത് സാക്ഷിക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ്. അതില്ലാതെ നിങ്ങൾ ലോകത്തെവിടെ പോയി സുവിശേഷം അറിയിച്ചിട്ടും കാര്യമില്ല. ജീവിത വിശുദ്ധിയുള്ളവൻ അവൻ തന്നെ സുവിശേഷമാകുന്നു. അവൻ പിന്നെ ഒന്നും മിണ്ടുക പോലും വേണ്ട. അവനിൽ സുവിശേഷം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അവനിലേക്ക് ആളുകൾ അന്വേഷിച്ചെത്തിക്കുള്ളൂ. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജീവിത വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രതിരൂപമായി അവൻ മാറുകയാണ്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 3:17. ഈ വാക്യങ്ങളൊന്നും മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത്
സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, ബാക്കി പറയാമോ, അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നാണ്. അതേ പ്രതിമയായി. ഇത് രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന, ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളതിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സുവിശേഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ തേജസ്സിന്മേൽ തേജസ് ഓരോ ദിവസവും പ്രാപിക്കുകയും അനേകരെ സുവിശേഷവൽക്കരിച്ചു കൊണ്ടുമിരിക്കുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി സ്ത്രീ ആയിക്കോട്ടെ, അവൾ വിശുദ്ധയാണെങ്കിൽ ആ ജോലിക്കാരി മുഖാന്തരം ആ വീട്ടിലുള്ളവർക്ക് സുവിശേഷമാകും. സുവിശേഷകനാകുവാൻ അങ്ങനെയൊരു ആത്മാഭിഷേകം എല്ലാവരിലും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇദം പ്രഥമമായി ആഗ്രഹിക്കേണ്ടത് എന്താണ്? വിശുദ്ധി ആർജിക്കുക എന്നുള്ളതാണ്. ഇത് ആർജിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആനന്ദം മനസ്സിലാകുകയും കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയും തൽഫലമായി നമ്മുടെ ശരീരം പതിയെ പതിയെ അത് അനുസരിക്കുകയും ചെയ്യും. ഇവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. വിശ്വാസത്തിന് അനുസരണം, അങ്ങനെ ഒരു വാക്ക് കിടപ്പുണ്ട് 6-ാം വാക്യത്തിൽ. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിശ്വാസത്തിന് അനുസരണം. കണ്ടായിരുന്നു ആ വാക്യം? അപ്പോൾ അതെന്താണെന്ന് ആദ്യം പഠിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ സാഹചര്യവും കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, ജഡസംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാണല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിൽ സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, നമ്മൾക്കെല്ലാം വിശ്വാസമുള്ളവരാണ്. ഇവിടെ ആരും വിശ്വാസമില്ലാത്തവരല്ലോ. വിശ്വാസമില്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരികയില്ല. എല്ലാ ദിവസവും വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നവരുമാണ്. എങ്ങനെ ഏറ്റുപറയുന്നത്? വിശ്വാസ പ്രമാണത്തിൽ കൂടി അതിമഹത്തമായ രീതിയിൽ പിതാവിലും പുത്രനിലും ജീവനുള്ള പരിശുദ്ധ റൂഹായിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. ഏറ്റുപറയണം എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 10-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എത്രാം വാക്യമാണ്? 7-ാം വാക്യമല്ലേ? യേശുവിനെ വായിക്കൂ, ആ വാക്യം ഒന്ന് വായിക്കൂ. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം എത്രാം വാക്യമാണ്? വായിച്ചോളൂ. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ? ക്രിസ്തുവിനെ ആദ്യമായിട്ട് വായിക്കണം. ക്രിസ്തുവിനെ പകുതി തൊട്ടാണോ വായിക്കുന്നത്? അതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ടല്ലോ. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. ഇത് ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ്, അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്നുള്ളത് സഹോദരന്മാരെല്ലാം നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെപ്പോഴേലും യേശുവിനെ വാ കൊണ്ട് ഏറ്റു പറയുന്നുണ്ടോ? ദിവസം 7 നേരമാണ് യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നതും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് 7 നമസ്കാരങ്ങളും ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 നേരം എല്ലാ ഓർത്തഡോക്സ് വിശ്വാസിയും അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭയിലുള്ള എല്ലാ വിശ്വാസികളും 2 നേരം ദിവസവും കർത്താവിനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വിശ്വാസം മാത്രമേ ഉള്ളൂ. വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി അയൽവക്കക്കാരനോട് വഴക്കുണ്ടാക്കുകയാണ്. അതെന്താണ്? അവിടെയാണ് വിശ്വാസത്തിന് അനുസരണം എന്നുള്ളൊരു കാര്യം വരുന്നത്. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആരെ വിശ്വസിച്ചിരിക്കുന്നുവോ അവനെ അനുസരിച്ചില്ലെങ്കിൽ ഈ വിശ്വാസം ക്യാൻസലായി പോകും. അപ്പോൾ
വിശ്വാസത്തോട് ചേർന്നിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, വിശ്വാസവും അനുസരണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നോട് ഒരാൾക്ക് വലിയ സ്നേഹമാണ്, എന്നെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വക ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരാൾ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമായിരിക്കാം. എന്നോട് വലിയ ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. യോണച്ചാന്ന് പറഞ്ഞൊരു വരവ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോലും ഇല്ലാണ്ടായിപ്പോവും. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു നിസ്സാരപ്പെട്ട കാര്യം 3 കൊല്ലമായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു സാധനം എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കണം. ഞാൻ ബോധപൂർവ്വം അത് മാറ്റി വയ്ക്കത്തില്ല. ഇതെന്ന് ഇദ്ദേഹം അത് മാറ്റി വയ്ക്കും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലമായി, 3 കൊല്ലം. ഒരു സാധനം ഇങ്ങോട്ടെടുത്ത് മാറ്റി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും, അച്ഛാ നാളെ ചെയ്തോളാം, അച്ഛാ നാളെ ചെയ്തോളാം അച്ഛാ എന്ന് പറയും. എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ഞാൻ നോക്കുകയാണ് ഇവന് എന്തുമാത്രം സ്നേഹം എന്നോടുണ്ടെന്നുള്ളത്. ഒരു ബലഹീനനും അവനേക്കാളിൽ പാപിയുമായ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നീതിമാനായ ദൈവം അവനെ വിശ്വസിക്കുന്നവൻ അവനെ അനുസരിക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹിക്കും. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ നിയമമാണ്. ഏത് രാജ്യത്തിൻ്റെ? ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. അതനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇനി അതിനകത്തുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതനുസരിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ ഈ ശരീരത്തിന് അതിനുള്ള ശക്തി ഇല്ല. ആ ശക്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ആ ശക്തി എങ്ങനെയൊക്കെ വന്നു ചേരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചു കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഇങ്ങോട്ട് പറയും. ഈ ശക്തി നമ്മളാൽ സാധിക്കുന്നതേ അല്ല. കർത്താവിൻ്റെ ഒരു നിയമവും, ഒരൊറ്റ നിയമം പോലും നമ്മുടെ ഈ ജഡശരീരം കൊണ്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അവൻ താഴേക്കിറങ്ങി വന്ന് ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പിതാവാം ദൈവത്തിന് അനുസരിച്ചു. പിതാവിൽ യേശു എന്ന മനുഷ്യപുത്രൻ സർവ്വതും ഏൽപ്പിച്ച് അവനെ വിശ്വസിക്കുമ്പോൾ ആ അനുസരണം കാൽവറിയിൽ പൂർത്തീകരിക്കുമ്പോഴാണ് പിതാവിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വിശ്വസിക്കുന്ന ആളുടെ പ്രമാണം നീ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത് മറ്റൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണം. രണ്ടാമത്തെ ദിവസം ഈ വിശ്വാസം കയ്യിൽ നിന്ന് പോകരുത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എടുക്കാം. തെസ്സലോനിക്കലിലാണ് എന്ന് തോന്നുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഇവിടെ കണ്ട് എഴുതി വെച്ചിരുന്നത് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞോളൂ. ഒന്നാം അധ്യായം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് എടുക്കാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി
വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വിശ്വസിക്കുന്നതിൽ അനുസരണം നിർബന്ധമാണ്, അല്ലെങ്കിൽ വിശ്വാസം ക്യാൻസലായിപ്പോവും. ഇനിയും ആദ്യമൊക്കെ അനുസരിച്ചു, ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്ക് മടുപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഈ സ്ഥിരത വിടുകയാണ്. മടുപ്പിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാനായിട്ട് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം നേരിട്ട് സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ ബലഹീനരാകാം, നമ്മൾ ക്ഷീണിക്കാം, നമ്മൾ മടുത്തു പോകുന്ന അവസരത്തിൽ കർത്താവിനെ, അവൻ്റെ വ്യഥകളെ ധ്യാനിക്കണമെന്നാണ്. പാപികളാൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ നേരിട്ടവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളണം. കർത്താവിൻ്റെ വേദനയെ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഈ വിശ്വാസം സ്ഥിരപ്പെട്ടു വരും, ശക്തിപ്പെട്ടു വരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത്. അതുകൊണ്ട് വേദനകളെ ധ്യാനിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. അപ്പോൾ വിശ്വാസത്തിന് ഒരനുസരണമുണ്ട്, അതുപോലെ ഇതിനൊരു സ്ഥിരതയുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വാസം വിശുദ്ധമാണ്. അതിവിശുദ്ധ വിശ്വാസം എന്നൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ യൂദായ്ക്ക് എഴുതിയ ലേഖനം എടുത്താൽ, യൂദായ്ക്ക് എഴുതിയ ലേഖനമല്ല, യൂദ എഴുതിയ ലേഖനം, വെളിപാടിന് തൊട്ട് മുമ്പുള്ള ലേഖനമാണ് യൂദായ്ക്ക് എഴുതിയ ലേഖനം. യൂദ എഴുതിയ ലേഖനം, അവിടെ ഒരു വാക്കുണ്ട്, 20-ാം വാക്യം. ഒരധ്യായമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ വിശ്വാസത്തിന് അനുസരിച്ച് ജീവിച്ചാൽ, അതായത് കർത്താവിൻ്റെ പ്രമാണങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ ശ്രമിച്ചാൽ അതിനൊരു സ്ഥിരത പതുക്കെ വരും. സ്ഥിരത വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം വിശുദ്ധമാകും. ഇതൊക്കെ ബൈ ഡീഫോൾട്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധമാക്കുകയൊന്നും വേണ്ട. നമ്മൾ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ ആചരിക്കുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട്, നാച്ചുറലായിട്ട് അത് സ്ഥിരപ്പെടുകയും നാച്ചുറലായിട്ട് ആ വിശ്വാസത്തിന്മേൽ വിശുദ്ധി വന്നു കയറുകയും ചെയ്യും. ആ വിശുദ്ധമായ വിശ്വാസത്തിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോഴാണ് മല നീങ്ങിപ്പോകുന്നത്. അല്ലാതെ അനുസരിക്കാത്ത, സ്ഥിരതയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത വിശ്വാസം കൊണ്ട് എൻ്റെ മുമ്പിലുള്ള കഷ്ടപ്പാടുകൾ നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവഹിത പ്രകാരം ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നീങ്ങിപ്പോകാതിരിക്കുന്നതിൻ്റെ കാര്യം നമ്മളിൽ അശുദ്ധി വന്നത് ബ്ലോക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വേണം കർത്താവിൽ വിശ്വസിക്കുവാൻ. അല്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമായി പോകും എന്നുള്ള കാര്യം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി താഴോട്ട് വായിക്കാം. നിങ്ങളുടെ ആയില്ലല്ലോ, വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് കൃപയും അപ്പോസ്തലത്വവും ഞങ്ങൾ പ്രാപിച്ചത്. അതായത് കർത്താവിൽ വിശ്വസിച്ച് തക്കവണ്ണം അവൻ്റെ പാതകളെ കാണിച്ചു തരുമ്പോൾ ആ അനുസരണത്തിലേക്ക് നിങ്ങൾ വരുവാൻ ആ അപ്പോസ്തലത്വം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു. അവരിൽ ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട് നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ റോമാക്കാരോട് പറയുവാനുള്ള കാര്യം, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, അവരുടെ സ്ഥിരത നഷ്ടപ്പെട്ടു, അവരുടെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു. ആ കാര്യങ്ങളെല്ലാം പതിയെ താഴേക്ക് വരും. ഇത്രയും കാര്യങ്ങൾ പൗലോസ്ലീഹ ആമുഖമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ആമുഖത്തിൻ്റെ ഭാഗങ്ങൾ താഴോട്ട് നമുക്ക് കുറച്ചും കൂടെ വായിക്കാം. ഇതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുവാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യമേ വിശ്വാസത്തെപ്പറ്റി വളരെ വിപുലമായിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടം മാറിപ്പോയത് തന്നെ നമുക്കറിയാമല്ലോ. നമുക്കറിയാമോ അത്? മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരാൾ
ഒരു വലിയ സുവിശേഷകനായി സഭയെ പിളർത്തിയത് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യാഖ്യാനിച്ചത് മാറിപ്പോയി. അതായത് വിശ്വാസം പെർവേർട്ടഡ് ആകാം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം പ്രത്യേകം നമ്മൾ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾക്കതിനെന്താണ് കുഴപ്പം? നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഞങ്ങൾ ശാരീരികമോ മാനസികമായോ ഒന്നും ഒരു ഉപദ്രവം വരുത്തുന്നില്ല. പിന്നെ ഇതിലെന്താണ് പ്രശ്നം? ഉപദ്രവം വരുത്തുന്നത് നമുക്ക് പേഴ്സണലായിട്ട് ഡയറക്റ്റ് ആയിരിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അതിൻ്റെ ഒരു വേവ് ഇമ്പാക്റ്റ് എന്ന് ഞാൻ പറയും. വേവ് ഇമ്പാക്റ്റ് അന്തരീക്ഷത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഇതെല്ലാം തിരിച്ചു വരുന്നത്. നന്മ ചെയ്യുന്നവന് നന്മ വരികയും തിന്മ ചെയ്യുന്നവന് തിന്മ തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നന്മ ചെയ്യുന്നവന് എന്തുകൊണ്ടാണ് തിന്മ വരുന്നത്? തിന്മ ചെയ്യുന്നവന് എന്തുകൊണ്ടാണ് നന്മ തന്നെ അനുഭവിക്കുന്നത്? അത് വേറെ ശാസ്ത്രമാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായാലും, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, അതിനെല്ലാം പ്രകൃതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പിന്നീട് അത് പഠിക്കും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നൊരു വചനം പഠിക്കുമ്പോൾ ഈ കാര്യം വിശദമായിട്ട് പഠിക്കും. അതായത് നമ്മൾ നന്നാവാൻ വേണ്ടി സൃഷ്ടി കാത്തിരിപ്പുണ്ട്. എന്നിട്ട് വേണം സൃഷ്ടിയെ നമ്മളെയും കൂടെ ഒരുമിച്ച് കർത്താവിനെ രക്ഷപ്പെടുത്തി പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുവാൻ. അങ്ങനെ ഒരു വലിയൊരു ജീവിതമാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ വേറെ ഏതോ മായാലോകമല്ലത്. ലോർഡ് ഹാസ് പ്രോമിസ്ഡ് us a new earth and new sky. അവിടെ ഒരു ജീവിതമാണ്, കർത്താവിനോടൊത്തുള്ള ജീവിതമാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഇൻവോൾവ് എല്ലാം തോന്നുന്നുവെങ്കിലും അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആരായാലും അത് ചെയ്യുന്ന പ്രവൃത്തി അത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കപ്പെടുകയും അത് പിന്നീട് മറ്റുള്ളവരിലേക്ക് അത് പതിയുകയും ചെയ്യും. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പോൾ നോർമലൈസ് ചെയ്തിരിക്കുന്നത്. അതിന് ഇപ്പോഴത്തെ തലമുറ കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാം എന്താണെന്ന്? കോവിഡിന് ശേഷം ആ വാക്ക് വളരെയധികം പ്രശസ്തമായി. എന്താണ്? ന്യൂ നോർമൽ എന്ന് പറയും. എന്താണ് ന്യൂ നോർമൽ? അതായത് പണ്ട് നോർമലായിട്ടിരിക്കുന്ന പല സംഗതികളും ഇന്ന് നോർമൽ അല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. അതിന് ന്യൂ നോർമൽ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ തലമുറ വിളിക്കും. ഒരു 50 വയസ്സിന് ശേഷമുള്ളവർ അവരുടെ കുട്ടിക്കാലത്തെ ഡിവോഴ്സ് എന്നൊരു കാര്യം ആ പ്രദേശത്തെങ്ങും കേൾക്കാനില്ല. ഉണ്ടോ? ഇനി ആരെങ്കിലും അങ്ങനെ ഒരു സംഗതിയെപ്പറ്റി ചിന്തിക്കുകയോ അത് നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം വേദനയോടും ഒരു കണക്കിൽ അവജ്ഞയോടുമാണ് സമൂഹം അവരെ കണ്ടിരുന്നത്. ഡിവോഴ്സ് അന്ന് പാശ്ചാത്യ ലോകത്തൊക്കെ അത് വളരെയധികം പരക്കെ വ്യാപിക്കപ്പെട്ടിരുന്നു. ഇവിടെ അതില്ലായിരുന്നു. ഇന്ന് പാശ്ചാത്യ ലോകത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ്, വഷളത്വങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്, അതുപോലെ ഉണ്ട്. പക്ഷേ പാശ്ചാത്യ ലോകത്തിൽ നല്ല ഒന്നൊന്നരം ഫാമിലി ലൈഫ് നയിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവരെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി പുറകിലായതുകൊണ്ട് അന്ന് അവർ മ്ലേച്ഛതയിൽ നടന്നത് ഇന്നിപ്പോൾ ഇവിടെ വ്യാപകമായിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ തലങ്ങളിലും ഈ മ്ലേച്ഛത വ്യാപിച്ചിട്ടുണ്ട്, അല്ലേ? എല്ലാ തലങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. അശുദ്ധിക്ക് എവിടെയെങ്കിലും കുറവുണ്ടോ? എല്ലായിടത്തും അശുദ്ധി വ്യാപിച്ചിരിക്കുകയാണ്. ഡിവോഴ്സ് എന്ന് കേൾക്കുന്നത് അവജ്ഞ എന്നല്ല, അഭിമാനമാണ്. ഞാൻ 2-3 കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് കരുതുന്ന ഒരു കാലമാണ്. ജെൻഡർ ഒരേ തരത്തിലുള്ളവർ തമ്മിൽ വിവാഹിതരാകുകയും അവരെ മീഡിയ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ടേ. അവരറിയുന്നില്ല അനേക യുവാക്കളെ ഇത് ആകർഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവർ പോലും അറിയാതെ അനേകർ അതിൽ ആകൃഷ്ടരായി ഇതിനെ നോർമലൈസ് ചെയ്യുകയാണ്. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ വീട്ടിലും അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നോർമലായി കഴിയും. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് പിശാച് ഒരു ഭവനത്തിലേക്ക് ഇടിച്ചു കയറുന്നത്? എന്തുകൊണ്ടാണ്? പഴുത് കിട്ടിയിട്ടാണ്. പഴുതില്ലേ അവൻ കയറുമോ? പഴുതടയ്ക്കുന്നില്ല. എല്ലാ ദിവസവും പഴുതടയ്ക്കുവാൻ വേണ്ടി രാവിലെയും വൈകിട്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അല്ലേ അവൻ കയറും, ഉറപ്പാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ലോകത്ത് അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവം സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇവൻ മൂലം തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ദൈവിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണം, ഇൻ്റർനെറ്റ്. നമുക്കത് ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ജഡം നമ്മളെ സുഖത്തിൻ്റെ അനുഭൂതിയിലേക്ക് നയിക്കുവാൻ വേണ്ടി, തിന്മയായുള്ളത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി അത് ഉപയോഗിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതവൻ്റെ ഒരു രീതിയാണ്. ആ പ്രേരണയെ തടുക്കുവാൻ വേണ്ടി, ആ പഴുതടയ്ക്കുവാൻ വേണ്ടി രാവിലെയും വൈകിട്ടും മിനിമം ദൈവസന്നിധിയിൽ എല്ലാ മാതാപിതാക്കളും ഇരിക്കണം. എല്ലാ മാതാപിതാക്കളും വന്ന് കുഞ്ഞുങ്ങൾ നശിച്ചു പോയേ, കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നേ, ഇത് പറയാനേ നേരമുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ പഴുത് നീ അടച്ചു വച്ചിട്ടുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തിട്ടുണ്ടോ? ഒരു ദുരിതം നമ്മളിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു പാപമുണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. പാപത്തെയും ശാപത്തെയും എല്ലാം കർത്താവ് കുരിശിൽ ഏറ്റിട്ടുണ്ട്. പക്ഷെ അതിനർത്ഥം നമുക്ക് പാപം ചെയ്തു കൊള്ളാം, മ്ലേച്ഛത ചെയ്തു കൊള്ളാം എന്നുള്ളതിൻ്റെ ലൈസൻസ് അല്ല. ഗലാത്യർ 3:13, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നതും ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ക്രിസ്തു എല്ലാം തികച്ചു വെച്ചിട്ടുണ്ട്, ഇനി എനിക്ക് തോന്നുന്ന പോലെ നടക്കാം എന്നുള്ളതല്ല. ഈ ലേഖനത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ ഈ കാര്യങ്ങളെയാണ് പൗലോസ്ലീഹ ബോധ്യം വരുത്തി നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പൗലോസ്ലീഹ പച്ചയ്ക്ക് തുറന്നു കാണിച്ചു തരും. പച്ചയ്ക്ക്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം ഒരു 4-ാമത്തെ അധ്യായമൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ നിങ്ങളൊന്നും ആരും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ പച്ചയ്ക്ക് തുറന്നു കാണിക്കുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആർക്കെങ്കിലും ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല, പറയുന്നത് എനിക്ക് പോലും ഇഷ്ടമല്ല. പച്ചയ്ക്ക് തുറന്നു കാണിക്കും. അതിലേക്ക് നമുക്ക് വരാം, പതിയെ വരാം. ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വിശ്വാസത്തിന് ഒരു അനുസരണം വേണം. ആ അനുസരണം സ്ഥിരപ്പെടണം. സ്ഥിരപ്പെട്ട ആ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമായിട്ട് പരിണമിക്കും. അത് മാറിപ്പോവും. അങ്ങനെ വിശ്വാസത്തെ ജീവിക്കുന്നവനാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നത്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കണമെങ്കിൽ ഉള്ള വിശ്വാസം അനുസരണമുള്ളതും സ്ഥിരതയുള്ളതും വിശുദ്ധവുമാകുമ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കേണ്ടതിന് വരം നൽകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എങ്ങനെയുള്ള വിശ്വാസത്തിലേ വസിക്കത്തുള്ളൂ? ഈ തുടങ്ങിയ വിശ്വാസം അനുസരണത്തിൽ കൂടി സ്ഥിരപ്പെട്ട് അതിവിശുദ്ധമാകുമ്പോൾ ആ വിശ്വാസത്തിൽ ക്രിസ്തു വസിക്കും.
അല്ലാതെ മാമോദീസ മുങ്ങി ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന വഴിക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെങ്ങും ക്രിസ്തു വസിക്കത്തില്ല. നമുക്ക് 8-ാം വാക്യം നോക്കാം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഒരു സല്യൂട്ടേഷനാണ്. ഇവിടെ നമുക്ക് വായിച്ചു പോകാനുള്ളേ ഉള്ളൂ. പ്രധാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കണം. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കണം എന്നതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു പൗലോസ്ലീഹായ്ക്ക് റോമിൽ ചെല്ലണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ കപ്പൽ ഛേദമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു സംശയമായി, ഞാൻ എത്തുമോ ഇല്ലയോ. അദ്ദേഹം റോമിൽ ചെന്നിരുന്നു, അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. പക്ഷേ ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം ആകുലതയായിരുന്നു. എന്നാൽ ഇവർക്ക് ഈ ലേഖനം എഴുതുകയും വേണം, കാരണം അവിടുത്തെ സിറ്റുവേഷൻ അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹ വളരെ സൂക്ഷ്മതയായി കാച്ചിക്കുറുക്കി എഴുതിയ ഒരു ലേഖനമാണിത്. കണ്ടൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വായിച്ചാൽ മനസ്സിലാവാത്തത്. വിശദമായിട്ടൊക്കെ എഴുതണമെന്നുണ്ടായിരുന്നു. ഈ കപ്പൽ ഛേദത്തിൻ്റെ ഇടയിൽ പല ദ്വീപുകളിലായിട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ, കാറ്റിൻ്റെയും കോളിൻ്റെയും ഇടയിൽ അദ്ദേഹം ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഫേബ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൈവശം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. റോമിൽ പൗലോസ് ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ റോമിലെ സഭയെ, വിശ്വാസികളെ കണ്ടിട്ടില്ല. തന്നെ വിസ്തരിക്കാൻ വേണ്ടി കൈസറിനെ റോമിൽ അഭയം ചൊല്ലിയത് ചിലപ്പോൾ റോമിലുള്ള വിശ്വാസികളെ കാണുവാൻ കൂടിയായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ യെരുശലേമിലിട്ട് വിസ്തരിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഏത് വകുപ്പിലാണ്? ഞാൻ റോമാ പൗരനാണ്, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. അത് കൈസരെ അഭയം ചൊല്ലി കൈസറിൻ്റെ അടുത്ത് പോയി രക്ഷപ്പെടാനുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല. അങ്ങനെയെങ്കിലും എനിക്ക് റോമിൽ പോയി എൻ്റെ മക്കളെ ഒന്ന് കാണാമല്ലോ എന്നോർത്തിട്ടാവാം എന്ന് ഞാനങ്ങ് ഊഹിക്കുകയാണ്. അതുകൊണ്ട് വളരെ കാച്ചിക്കുറുക്കി എഴുതിയ ഒരു ലേഖനമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വരിയും ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് വല്ലാത്തൊരിഷ്ടം തോന്നും. ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു പ്രണയം തന്നെ തോന്നും. അതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ ലേഖനം കുത്തിയിരുന്ന് പഠിക്കാതെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് പറഞ്ഞ് കേട്ട് ദൈവാത്മാവിൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൈവാത്മാവിൽ ഇതിനെ അപഗ്രഥിക്കാതെ അതിൻ്റെ സത്ത ആർക്കും പിടികിട്ടത്തില്ല. അതുപോലെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യും. തൽഫലമായി ക്രിസ്തുവിനോടുള്ള സ്നേഹം വല്ലാതെ വർദ്ധിച്ചിട്ട് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള ഒരു പ്രേരണ കിട്ടും. 9-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആത്മാവിലെ ആരാധന അതെങ്ങനെയാണ് ആത്മാവിലെ ആരാധന? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തിനെ ആരാധിക്കുക. ശമരിയാസ്ത്രീയോട് പൗലോസ്ലീഹ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കും. അപ്പം അറിഞ്ഞ് ആരാധിച്ചെങ്കിൽ മാത്രമേ ആരാധന ആത്മാവിലുള്ള ആരാധനയാകുകയുള്ളൂ. ഈ ആത്മാവിലുള്ള ആരാധന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല സത്യത്തിൽ. ഈ വിശ്വാസം അനുസരണം സ്ഥിരതയായി, ആ സ്ഥിരത അതിവിശുദ്ധമായി കഴിയുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആരാധന, മുമ്പേ ഈ വിശ്വാസങ്ങളെല്ലാം ബൈ ഡീഫോൾട്ടിൽ അങ്ങനെ വന്നതുപോലെ ഈ ആരാധനയും ബൈ ഡീഫോൾട്ട് ആത്മാവിലുള്ള ആരാധനയായി മാറിപ്പോവും.
ഒരുവൻ ആത്മാവിലല്ല ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധനയുടെ പേരെന്താണെന്ന് പറയാമോ? പറഞ്ഞോളൂ. ശരിയാണ്. ജൽപ്പനം എന്നല്ല, ആത്മാവിലല്ല ഒരുത്തൻ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ജഡീക ആരാധന. നമ്മൾ ആരെങ്കിലും ജഡീക ആരാധനക്കാരാണോ? ആണോ? വിശുദ്ധ കുർബാന ജഡീക ആരാധനയാണോ? അല്ലല്ലോ, ആത്മാവിലുള്ള ആരാധനയാണ്. പക്ഷേ ഞാൻ വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ ശബ്ദത്തിലും കൊയറിൻ്റെ ഇമ്പത്തിലും ആണ് എൻ്റെ ശ്രദ്ധയെങ്കിൽ അവിടെ ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾ പറയണം. സ്വയത്തെയാണ്, എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. കർത്താവ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ദൈവമായ കർത്താവ് നീയല്ല, ഞാനാകുന്നു. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കാനാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ അത് വിശുദ്ധ കുർബാനയാണെങ്കിലും അവിടെ ജഡീക ആരാധനയായി മാറി. സൺഡേ സ്കൂൾ അധ്യാപകർ ആത്മീകമായ കാര്യത്തിന് വേണ്ടിയാണ് ദേവാലയത്തിലേക്ക് വന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ആ സൺഡേ സ്കൂളിലെ മത്സരത്തിൻ്റെ കാര്യത്തിൽ അപ്പുറത്തെ ക്ലാസ്സിനെ കുട്ടിയെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതാണ് ആലോചിച്ച് നിൽക്കുന്നതെങ്കിൽ അത് ജഡീക ആരാധനയാണ്. പള്ളിയിലെ ട്രസ്റ്റി ദേവാലയത്തിൽ ആരാധന നടക്കുന്ന സമയം ഓഫീസിൽ നിന്ന് കണക്ക് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ജഡമാണ്. ധാരയിലൊക്കെ തുറന്നു പറയണ്ടേ? യൂത്ത് ലീഗ് പിള്ളേർ യൂത്ത് ലീഗിൽ വന്നു നിന്ന് അന്ന് കുർബാനയ്ക്ക് ശേഷം നടത്തുവാനിരിക്കുന്ന ലോട്ടറിയുടെ കാര്യത്തിൻ്റെ ആവേശത്തിലാണ് പള്ളിയിൽ വരുന്നതെങ്കിൽ, അതായത് യൂത്ത് ലീഗ് നടത്താനാണ് പള്ളിയിൽ വരുന്നതെങ്കിൽ അവൻ ആരാധിക്കുന്നത് ജഡത്തെയാണ്. വനിതാ സമാജം അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അച്ചാർ വിളമ്പുവാൻ വേണ്ടി ആരാധന കഴിഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് വരും എന്നുള്ള താല്പര്യത്തിലാണ് പള്ളിയിൽ വരുന്നതെങ്കിൽ ജഡീക ആരാധനയാണ്. നമ്മുടെ മോടി കാണിക്കാനോ നമ്മുടെ ഭംഗി കാണിക്കുവാനോ ആണ് ദേവാലയത്തിൽ വരുന്നതെങ്കിൽ അതെല്ലാം ജഡമാണ്. പിന്നെന്തിന് ദേവാലയത്തിലേക്ക് വരണം? എനിക്ക് കർത്താവിനെ കാണണം, അവനെ ഭക്ഷിക്കണം. അങ്ങനെയുള്ളവൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല. ഓഫീസ് തുറന്നിട്ടില്ല, യൂത്ത് ലീഗിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ചെറുപ്പക്കാർ പുറത്തേക്ക് പോകില്ല. എല്ലാ ആത്മീക പ്രസ്ഥാനങ്ങളും ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടും. അപ്പോൾ ദൈവാത്മാവ് പറയും ഇതിങ്ങനെ ഇങ്ങനെ ഇപ്രകാരം ആഘോഷിക്കണമെന്ന്. ആഘോഷിക്കാൻ തന്നെയാണിതെല്ലാം. കുർബാന സെലിബ്രേഷൻ എന്നാണ് പറയുന്നത്, അല്ലേ? കുർബാന ഈസ് എ സെലിബ്രേഷൻ. ദുഃഖവെള്ളിയാഴ്ചയോ സെലിബ്രേറ്റ് ചെയ്യാമോ? ദുഃഖവെള്ളിയാഴ്ച സെലിബ്രേറ്റ് ചെയ്യാമോ? എൻ്റെ ചോദ്യം. ചെയ്യാമോ ഇല്ല? എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങളിങ്ങനെ വഴുവഴുപ്പ് പരിപാടിയിൽ നിൽക്കാതെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാം. പറുദീസാമധ്യേ നട്ടോ രേതൻ തന്നിലെ ജീവമരം. ആ പാട്ടിങ്ങനെ പാടി വരുമ്പോൾ തന്നുടെ പൂജാ ദിവസത്തിൽ പാരും വാനും പുരുമോദാൽ പെരുന്നാൾ ഘോഷിച്ചിടുന്നു നാമം ചേർന്നോതീടേണം. പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കാനുള്ളതാണ്. പക്ഷേ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അച്ചാറുണ്ടാക്കി ആഘോഷിക്കാനും മത്സരം നടത്തി ആഘോഷിക്കാനുമുള്ളതല്ല. ആഘോഷം പരിശുദ്ധാത്മാവിലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ എന്ന് പറയുമ്പോഴാണ് ആത്മാവെന്ന് ഇറങ്ങി നിറയുന്നത്. ഇതാണ് ആത്മാവിലുള്ള ആരാധന. അതെവിടെയും നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന എവിടെയും പോയി ചൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവ് പറയുന്നത്, ശമരിയാസ്ത്രീയോട് പറയാണ്, നിങ്ങൾക്ക് ആരാധന നടത്താൻ ഒരു മല വേണം. ആ മലയുടെ പേരാണ് ഗെരിസീം മല. ആ മലയിലെ നിങ്ങൾ ആരാധിക്കൂ. അവിടെ ആരാധിച്ചാലേ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ
അറിയുന്നതിനെ ആരാധിക്കുന്നു. ഞങ്ങളോ, ഞാൻ നല്ല കർത്താവ് പറയുന്നത്, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ചുമ്മാ അജ്ഞാത ദേവനെന്ന് എഴുതിയിട്ട് എന്തെങ്കിലും ആരാധിച്ചാൽ പറ്റില്ല. ഗ്രീക്കുകാരുടെ ഇടയിൽ പൗലോസ്ലീഹ കണ്ട ഒരു ലേബലാണ് അജ്ഞാത ദേവന് ഒരാരാധന. ആ അജ്ഞാത ദേവൻ ആരാന്ന് അറിഞ്ഞ് ആരാധിക്കുവാനാണ് പൗലോസ്ലീഹ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പരാജയപ്പെട്ടു പോയി, അത് വേറെ കാര്യം. പൗലോസ്ലീഹ അവിടെ ചെന്നിട്ട് വലിയ ഫിലോസഫി കേൾക്കാൻ അടിച്ചു. കാരണം ഗ്രീക്കുകാരല്ലേ, അരിസ്റ്റോട്ടിൽ, സ്റ്റോയിക് മുതലായ ഫിലോസഫികളുള്ള രാജ്യമാണ് ഗ്രീക്ക്, ഏഥൻസ്. പൗലോസ്ലീഹ ഒട്ടും മോശമല്ല. പൗലോസ്ലീഹ അതേ ഭാഷയിൽ വലിയ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തിയിൽ ആ ഭാഷയൊക്കെ വളരെ രസകരമാണ്. വളഞ്ഞ് കുത്തി ലാംഗ്വേജൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് കർത്താവിനെയാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഭാഷാപ്രയോഗമായിപ്പോയി. ഒരുത്തം പോലും മാനസാന്തരപ്പെട്ടില്ല. പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടല്ലോ ഇതിനകത്ത്. കോരിന്ത്യരിൽ വന്നിരുന്ന് അദ്ദേഹം ആലോചിച്ചു, ധ്യാനിച്ചു. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. 1 കോരിന്ത്യർ 2:2. ആ തീരുമാനം അതാണ്. 1 കോരിന്ത്യർ 2:2. പൗലോസ്ലീഹ ഒരു തീരുമാനമെടുത്തു. ഇനിയും ഞാൻ ഇമ്മാതിരി പരിപാടികളും വാക്ചാദ്യങ്ങളും ഭാഷാ ധോരണികളും ഒന്നുമില്ല. ഇനി ഒരൊറ്റ കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു, തീരുമാനിച്ചു. പിന്നീട് സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. പൗലോസ്ലീഹ അങ്ങ് നിറഞ്ഞ് കവിഞ്ഞാണ് പറയുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം എടുത്ത്, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹയുടെ വലിയൊരു അതിമനോഹരമായ പ്രഖ്യാപനമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എല്ലാം ഛേദം എന്നെണ്ണുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലല്ലേ അത് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3-ാം അധ്യായത്തിലാണോ? നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ ബാക്കിയായിട്ട് വരും അല്ലേ? ഒന്ന് വായിച്ചേ. അതിനു മുമ്പോട്ട് വായിക്കണം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തുവിൽ ഛേദം എന്നെണ്ണുന്നു. അത്രയുമല്ല എൻ്റെ അത് ശ്രദ്ധിക്കണം. എൻ്റെ ഈ ഫീല് വരണം. ഇത് നിങ്ങൾക്ക് ഞാൻ വരുത്തും. നിങ്ങൾ സ്ഥിരം വരുന്നവരാണെങ്കിൽ, ഫ്ലോട്ടിംഗ് ആയിട്ട് വന്നാൽ ഇത് കിട്ടത്തില്ല. സ്ഥിരം വരുന്നവരാണെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചു കഴിയുമ്പോഴത്തേന് നിങ്ങൾ പറയും, എൻ്റെ കർത്താവ്. തോമാസ്ലീഹ പറഞ്ഞ പോലെ എൻ്റെ കർത്താവ്, എൻ്റേന്ന് തോന്നണം. പിന്നെ നമുക്ക് ആരും വേണ്ട, ഒരു മനുഷ്യനും വേണ്ട. എൻ്റെ കർത്താവ്. മഗ്ദലക്കാരത്തി മറിയ കപ്പലിൽ ചെന്ന് കാവൽക്കാരോട് ചോദിച്ചത് എന്താണ്? എൻ്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ട് പോയെന്നാണ്. അല്ലാതെ ഇവിടെ കുഴിച്ചിട്ടിരുന്ന കർത്താവിനെ എവിടെ എടുത്തുകൊണ്ട് പോയെന്നൊന്നുമല്ല. എൻ്റെ ആ ബോധ്യം റോമർക്ക് എഴുതിയ ലേഖനം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ധ്യാനിക്കുന്നതെങ്കിൽ, പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കും, നിങ്ങൾ വിശുദ്ധരായിരിക്കും. ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്, എൻ്റെ അഡ്രസ്സ് ഇവിടെ മൈലപ്ര, മാർ കുറിയാക്കോസ് സാധനം. അവിടെ വന്നാൽ മതി. നിങ്ങൾക്ക് ഒരു കത്തിയുമായിട്ട് വന്ന് എന്നെ കുത്തിക്കൊല്ലാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചില്ലേ? അച്ഛാ റോമർക്ക് ലേഖനം അച്ഛൻ ഇത്രയും പഠിപ്പിച്ചിട്ടും എനിക്കൊരു മാറ്റവും വന്നില്ല എന്ന് നിങ്ങൾ ഒരുത്തനെങ്കിലും പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്നാണ് പറയുന്നത്, മദ്ബായുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്. ഇനി ബ്ലോക്ക് ചെയ്തങ്ങ് വെച്ചേക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഞാൻ നന്നാവത്തില്ല സഹോദര, അമ്മാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയേ അല്ല എന്നുള്ള കാര്യം ഞാൻ മുന്നമേ ഡിസ്ക്ലെയിമർ. ഓക്കെ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഛേദമെന്നെണ്ണുന്നു. വലിയ ശക്തമായൊരു വാക്യമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള ആ സ്നേഹം നോക്കിക്കോണേ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും, ഇവിടെ ഒന്നും ജീവിക്കാൻ ഒരു താല്പര്യമല്ല പുള്ളിക്ക്, വല്ലവിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ, മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിനും അത് നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. നോക്കിയാണ് ആരായി പറഞ്ഞെന്നറിയാമോ? ആരാ പറഞ്ഞത്? പൗലോസ്ലീഹ എന്നുള്ളതല്ല. ഈ
അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ട്, ജഡത്തിൽ മറ്റുള്ളവർക്ക് ആശ്രയിക്കാമെങ്കിൽ എനിക്ക് അധികം. ഇസ്രായേൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്നുള്ള എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിൻ്റെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തുവിൽ ഛേദമെന്നെണ്ണുന്നു. ആ ആളാണ് പറയുന്നത്. സഹോദരന്മാരെ, ലഭിച്ചു കഴിഞ്ഞുവെന്നോ നേടിയെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് ലഭിക്കുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ആരാണ് പറയുന്നത്? പൗലോസ്ലീഹ. എനിക്കും അത് ലഭിക്കുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. എങ്കിലും പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാഖിലേക്ക് ഓടുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞ അതേ ആൾ തന്നെയാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് താഴോട്ട് വായിക്കാം. 9-ാം വാക്യം. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെ യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പോൾ നമ്മൾ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഒരു വിശുദ്ധ ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയിൽ ആരാധനകളുടെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഇതിന് വരുമ്പോൾ അതിൻ്റേതായ ഒരുക്കത്തിൽ വരിക. ഇനി വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഒരുക്കം പൂട്ടി ഇപ്പുറത്തോട്ട് വയ്ക്കാനുമല്ല എൻ്റെ അർത്ഥം. ഓരോ ദിവസത്തെ യാമപ്രാർത്ഥനകൾ അടുത്ത ആഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ വളരണം. അല്ലാതെ ഞായറാഴ്ച മാത്രം വിശുദ്ധരായിട്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഞായറാഴ്ച മാത്രം വലിയ വിശുദ്ധി, തിങ്കൾ ടു സാറ്റർഡേ നമുക്ക് തോന്നിയതാണ്. 50 ദിവസം മഹാനൊയമ്പ്, 50ാമത്തെ ദിവസം ഈസ്റ്ററിൻ്റെ ഒരു ആഘോഷം, 2 കുപ്പി. അപ്പോൾ സ്ത്രീകൾ വിചാരിക്കും, ഞങ്ങൾ ഇതൊന്നുമില്ലല്ലോ. പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, തൊന്നുപക്ഷം, അസൂയ, ഭിന്നത, ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചൂടെ കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു. മദ്യപാനം, ഇതെല്ലാം ഒരു സെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അല്ല, മദ്യപാനത്തിന് വേറെ റേഞ്ചും ഇതിന് വേറെ റേഞ്ചും ഒന്നുമല്ല. അപ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, ജഡത്തിൻ്റെ പ്രവർത്തികളാണ്. ആരാധനയെ കഴിഞ്ഞ് ആത്മനിറവിൽ പോകുന്നവന് എങ്ങനെ പൊട്ടച്ചൊല്ല് പറയാൻ തോന്നും? എങ്ങനെ കളിവാക്ക് പറയാൻ തോന്നും? അതുകൊണ്ടാണ് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വിശുദ്ധിയോട് സമീപിക്കുമ്പോൾ ചെറിയ പാപം പോലും വലുതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. എന്താണ് ഞാൻ പറഞ്ഞത്? ചെറിയ പാപം പോലും വലിയ പാപമായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മളിതിനെല്ലാം നോർമലൈസ് ചെയ്യും. നമ്മൾ കുറച്ചു മുമ്പ് നോർമലൈസ് ചെയ്ത കാര്യം പറഞ്ഞ വലിയ വലിയ മരണകരമായ പാപങ്ങളെയാണ്. എന്നാൽ വിശുദ്ധി ആർജിക്കും തോറും ചെറിയ പാപങ്ങൾ വലുതായിട്ട് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ പല ചെറിയ പാപങ്ങളും നോർമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കളിയാക്കിയെന്ന് പറഞ്ഞു തമാശയ്ക്കില്ലയോ? തമാശയ്ക്കും പാടില്ല. വിശുദ്ധൻ്റെ വായിൽ നിന്ന് തമാശയ്ക്ക് കളിവാക്ക് വീഴില്ല. വിശുദ്ധരാവോ വലിയ ആനന്ദമാണ്. അവൻ്റെ വായിൽ നിന്ന് പൊട്ടച്ചൊല്ല, ചീത്തത്തരം, കളിവാക്കൊന്നും വരില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ നീ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പറഞ്ഞാൽ, ഇത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നവന് നിസ്സാര എന്ന് വിളിക്കുവാൻ തോന്നില്ല. അവൻ വിളിച്ചാൽ അത് വിഷയമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിന്മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണം. ഞാൻ ഈ പുസ്തകം വെറുതെ എടുത്തതാണ്. ഇന്ന് രാത്രി നമസ്കാരത്തിൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ അങ്ങനൊരു പ്രാർത്ഥനയുണ്ട്. ചൊവ്വാഴ്ചയിൽ, കർത്താവെ, ഞങ്ങളുടെ എല്ലാ അവയവങ്ങളെയും നിന്നിൽ ബന്ധിച്ച്, എന്ന് പറഞ്ഞാൽ ചെങ്ങലയിട്ട് ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന്. സാത്താൻ്റെ ചെങ്ങലേക്കാൾ എത്ര മനോഹരമാണ്. കർത്താവിൻ്റെ ഒരു ബന്ധനം കൂടെയുണ്ട്.
ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ളപ്പോൾ ക്രിസ്തുവിൽ ബന്ധനമുണ്ട്. ആ ബന്ധനം പക്ഷേ ബന്ധനമായിട്ട് നമുക്ക് വിശുദ്ധിയുള്ളവന് തോന്നില്ല. വിശുദ്ധി ഇല്ലാത്തവന് ബന്ധനമാണ്. പള്ളിയിൽ വരാൻ പ്രയാസമാണ്. രാവിലെ എണീക്കുമ്പോൾ ശരീരം പറയും ഇവിടെ കിടന്നോളാൻ പറയും, ആത്മാവ് പറയും എണീച്ച് പള്ളിയിലോട്ട് കൂടാമെന്ന് പറയും. പള്ളിയിൽ പോകുന്ന കാര്യം മാത്രമല്ല, വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം എന്ന ആത്മാവിന് ആഗ്രഹമുണ്ട്. ശരീരം പറയും വേറെ പണിയൊന്നും ഇല്ലയോ ഇവിടെ കിടന്നോളാൻ പറയും. ശരീരത്തെ തോൽപ്പിക്കാതെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റില്ല. നിങ്ങൾ 2-3 ആഴ്ച ശരീരത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചാൽ, വളരെ ബോധപൂർവം ശരീരത്തെ കീഴ്പ്പെടുത്തിയാൽ, 3-ാമത്തെ ആഴ്ചയെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾ ശരീരത്തെ കീഴ്പ്പെടുത്തി ബോധപൂർവം ഇരുന്നാൽ ആത്മാവിൻ്റെ പ്രകാശം ശരീരത്തിന്മേൽ പതിയെ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിന് മനസ്സിലാവും ഈ പരിപാടി കൊള്ളാമല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരം തന്നെ നമ്മളോട് പറയും എണ്ണീക്കടാ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നു. ഇല്ലെങ്കിൽ ശരീരം പറയും ഇവിടെ കിടന്നുറങ്ങാം, രാവിലെ എണ്ണീക്കുമ്പോൾ നേരെ മൊബൈൽ എടുത്തൊന്ന് തോണ്ടി 1 മണിക്കൂർ ഉറക്കം പൂർണ്ണമായി പോകുന്നവരെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അനേക ചെറുപ്പക്കാരുണ്ട്. അതാദ്യം നിർത്തണം. കാരണം ഈ രാവിലെ നമ്മളുടെ ബോധതലങ്ങളിലേക്ക് കയറുന്ന കാര്യം ആ ദിവസത്തെ മുഴുവൻ ബാധിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ അനാവശ്യ കാര്യങ്ങൾ രാവിലെ നിങ്ങളുടെ തലച്ചോറിന്മേൽ കയറ്റി വിട്ടാൽ, അത് മൊബൈൽ മാത്രമല്ല, അപ്പോൾ പ്രായമായവർ വിചാരിക്കും ഞങ്ങളിതൊന്നും നോക്കുന്നില്ലല്ലോ. ബാത്റൂമിൽ ഇരിക്കുമ്പോഴും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഫാമിലി വന്നു. പറയാൻ കൊള്ളാത്ത, എന്നാലും ഞാൻ പറയുകയാണ്. അച്ചായൻ ബാത്റൂമിൽ കയറി ഇറങ്ങിയില്ല, അതാണ് വിഷയം. ഡിവോഴ്സ് എത്താറായി, ഭയങ്കര വിഷയമാണ്. ആകെ ഒരു ബാത്റൂമും കണ്ടേ ഉള്ളൂ അവിടെ, ബാക്കി ആർക്കും പോകണ്ട. ഇങ്ങനെ ലോകത്തുള്ള സർവ്വ വേണ്ടാത്ത ന്യൂസുകളല്ലാതെ വേണ്ടി എന്തെങ്കിലും വാർത്ത ഇപ്പോൾ പേപ്പറിലുണ്ടോ? നമുക്ക് വേണ്ടതായിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയോ സമാധാനിപ്പിക്കുകയോ ആശ്വാസം തരുന്നോ എന്തെങ്കിലും വാർത്ത ന്യൂസിലുണ്ടോ? ഇല്ല. ന്യൂസ് അവറിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് പേപ്പർ കണ്ടിട്ട് 25 വർഷമായ എന്നെ ഓർത്ത് ഞാൻ തന്നെ അഭിമാനിക്കുന്നു. എത്ര പേപ്പറുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത് വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, എനിക്ക് വായിക്കാനുള്ള കൊതിയില്ലാത്തതുകൊണ്ടാണ്, വായനാശീലം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അല്ലാതെ ഇത് ആത്മീയ ശക്തി വന്ന് കയറിയിട്ടൊന്നുമല്ല, എനിക്ക് വായനാശീലം കുറവുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്നത്തെ കാലത്ത് സകല അശുദ്ധിയും എങ്ങനെ വേണേലും കയറ്റി വിടുവാൻ തക്കവണ്ണം പിശാച് തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ പഴുതു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ പഴുത് രാവിലെ എണ്ണീറ്റ് അടയ്ക്കണം. എണ്ണീച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ മുട്ടുകുത്തി കർത്താവിനൊരു ഉമ്മയും കൊടുത്തരും. അപ്പോഴേ അടയും പകുതി. പിന്നെ അവിടെ ഇരിക്കണം കുറച്ച് നേരം, പോയി ഒന്ന് ഒരുങ്ങിയൊക്കെ തയ്യാറാക്കി ഒന്ന് വൃത്തിയായിട്ട് വന്നിട്ട് പിന്നെ മതി ബാക്കിയുള്ള കാര്യം. എന്തൊരു പ്രൊട്ടക്ഷനാണെന്നറിയാമോ? ദൂതന്മാർ നിങ്ങൾക്ക് കാവൽ നിൽക്കും. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്നുള്ളത് യഹോവയെക്കുറിച്ച് എന്താ പറയുന്നത്? ആ സങ്കീർത്തനത്തിലെ ഒരൊറ്റ വാചകം പോലും നമുക്ക് അന്വർത്ഥം ആകിയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് സംഭവിക്കും. രാത്രിയിലെ ഭയത്തിൽ നിന്നും, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും, ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും നീ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. മറ്റേതെന്ത് കണ്ടാലും പേടിയാണ്. ഒരു മിന്നൽ വന്നാൽ തന്നെ നമ്മൾ പേടിക്കും. ഒരു പാമ്പിനെ കണ്ടാൽ പേടി. സർവത്ര പേടി, ഭീതി. യെരമ്യായിലൊരു വചനമുണ്ട്, പേടിച്ചോടുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ വീഴുന്നവൻ കെണിയിലകപ്പെട്ടു. ഇങ്ങനെ പോകും. പേടിച്ചോടുന്നവൻ കുഴിയിൽ ചെന്ന് വീഴും, കുഴിയിൽ വീഴുന്നവൻ കെണിയിലകപ്പെടും. എന്നാൽ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച ദിവസം തുടങ്ങിയാൽ
എല്ലാ കാര്യങ്ങളും ഒരു കാര്യം പോലും ഏറ്റെടുക്കാതിരിക്കത്തില്ല, ഒരു കാര്യം പോലും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ അത് അവൻ അറിയാതല്ലല്ലോ ഒന്നും സംഭവിക്കുന്നു. രാവിലെ ആരാധനയ്ക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡൻറ്റ്. ഒരു വീട്ടിലെ ഒരു അമ്മയുടെ വേദന എന്നോട് പറഞ്ഞാണ് ഞാൻ പറയുന്നത്. അച്ഛാ, അവൻ പള്ളിയിലേക്കല്ലേ പോയത്, എന്നിട്ട് ദൈവം എന്നോട് എന്താണ് ഇങ്ങനെ ചെയ്തത്? എന്ത് ഉത്തരം പറഞ്ഞാണ് ഞാൻ അവരെ ആശ്വസിപ്പിക്കേണ്ടത്? വിശ്വാസം അതിവിശുദ്ധ തലത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാത്തവരുടെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഒന്നും. ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെട്ടേക്കാം. അത് നമ്മുടെയാണെന്ന് തോന്നുന്നുണ്ടായി പ്രശ്നം. എല്ലാം എൻ്റെ, പൈസ എൻ്റെ, മക്കൾ എൻ്റെ, സർവ്വത് എൻ്റെ. ഇയ്യോബ് പറഞ്ഞതൊക്കെ ചുമ്മാ വായിച്ചു വിട്ടിട്ടേ ഉള്ളൂ. എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു. അബ്രഹാം എന്തുകൊണ്ടാണ് ലോത്തിന് പ്രോപ്പർട്ടി മൊത്തം എടുത്തോളാൻ പറഞ്ഞത്? മഹാധനികനായിരുന്നു. ധനികന്മാരാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം പരീക്ഷയിലും ഗണിയിലും കുടുങ്ങിയിട്ട് മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുന്ന മൗഢ്യ മോഹതരമായ സകല മോഹങ്ങൾക്കും ഇരയായി തീരുമെന്ന് പറഞ്ഞ് വചനത്തിൽ നോക്കുമ്പോൾ അബ്രഹാം കെണിയിൽ വീഴേണ്ട ആളാണ് അല്ലേ? കാരണം അബ്രഹാം മഹാധനികനായിരുന്നു. പക്ഷേ ആ ധനത്തിൻ്റെ മുകളിൽ മറ്റൊരു ധനം അബ്രഹാം വെച്ചിരുന്നു. ആ ധനത്തിൻ്റെ പേരാണ് ദൈവം. അതുകൊണ്ട് ലോത്ത് ചോദിച്ചു, ആ സ്ഥലം എനിക്ക് തന്നേക്കാമെന്ന് ചോദിച്ചു. അബ്രഹാം പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ മൊത്തം വരണ്ട ഉണങ്ങിക്കിടക്കുന്ന പ്രദേശം, അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല പച്ചപ്പും ഫലഭൂഷ്ടമായ പ്രദേശം. ലോത്ത് പറഞ്ഞു, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, എടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം വിളിച്ചുകൊണ്ട് വന്നതാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മൊത്തം എടുത്തോളാൻ പറഞ്ഞു. എന്തായി അവസാനം? അബ്രഹാം തന്നെ പോയി വിടുവിച്ചുകൊണ്ട് വരേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അബ്രഹാമിന് അത് പറയാൻ തോന്നിയതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. തന്നതൊന്നും എൻ്റേതല്ല എന്ന് അബ്രഹാമിന് ബോധ്യമുണ്ടായിരുന്നു. കിട്ടിയതൊന്നും ലഭിച്ചതൊന്നും എൻ്റേതല്ല. പിന്നെ അവനെടുത്താൽ എന്താ, എനിക്കെന്താണ്? എനിക്ക് വേണ്ട ധനം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലെ? ദൈവമാണ് എൻ്റെ ധനം. ഫിലിപ്പിലേഖനത്തിൽ തന്നെയല്ലേ ഈ വാക്യം? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഈ സമ്പത്തിലാണ് ശ്രദ്ധ എതിരിയിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റേതാണെന്ന് തോന്നും, കുഞ്ഞ് എൻ്റേതാണെന്ന് തോന്നും. അതുകൊണ്ട് ദൈവം തന്ന എൻ്റെ കുഞ്ഞ് എൻ്റേതാണ്, ഞാനാണ് തീരുമാനിക്കുന്നത് അവൻ എത്ര നാൾ ജീവിക്കണമെന്നൊക്കെ ഉള്ളത്. മാർത്തശ്മൂനിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 7 കുഞ്ഞുങ്ങളാണ്. സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ വെച്ചാണ് മൊത്തത്തിനെ അറുത്ത് കളഞ്ഞത്. ആ അമ്മയുടെ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസം. അതിനെയാണ് യൂദാശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. മാർ കുറിയാക്കോസ് സഹദ, ഞാൻ താമസിക്കുന്ന ആശ്രമം മാർ കുറിയാക്കോസ് സഹദ ആൻഡ് മാർത്ത് യൂലീത്തി, അതായത് അമ്മയുടെ പേരാണ്. അമ്മയുടെ റോമൻ പടയാളി പറഞ്ഞു, കർത്താവിനെ നിഷേധിച്ച് പറയാൻ പറഞ്ഞു. ഇപ്പോൾ കൊച്ചു കുഞ്ഞിപ്പുറത്ത് നിൽപ്പുണ്ട്, 3 വയസ്സേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കുറിയാക്കോസ് സഹദ. ആലോചിച്ച് നോക്കണം, ഇത്രയേ ഉള്ളെന്നേ, 3 വയസ്സ്.
പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ കൊല്ലുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. കൊന്നോളം പറഞ്ഞു. കാലിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂക്കി നിർത്തി റോമൻ പടയാളി കുറിയാക്കോസ് അതായ. ഒരു 19 സ്റ്റെപ്പുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? തല ഓരോ സ്റ്റെപ്പിലും ഇടിച്ചിടിച്ചിടിച്ച് താഴെ വരെ ഈ കുഞ്ഞിനെ വലിച്ചഴിച്ചുകൊണ്ട് നടന്നു. ഓരോ സ്റ്റെപ്പിലും ഈ തല ഇടിഞ്ഞ് ചോരയുടെ നിണങ്ങൾ ആ പ്രതലത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. ഈ അമ്മ അത് നോക്കി നിൽക്കുകയാണ്. താഴെ ചെന്നിട്ട് കുഞ്ഞ് മരിച്ചില്ല. ആ തൂങ്ങിക്കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് അമ്മയോട് വിളിച്ച് പറഞ്ഞെന്നാണ് പറയുന്നത്. അമ്മേ, ഏറ്റുപറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ പാടില്ല. ഞങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പൊക്കിയിട്ട് ഒറ്റയടി കൊടുത്തു. തല പൊളന്നുപോയി. കുഞ്ഞവിടെ വെച്ച് മരിച്ചു. ദേഷ്യം പൂണ്ട പടയാളി വാളുമായി മുകളിലേക്ക് ഓടിച്ചെന്ന് ഒറ്റ നിമിഷം കൊണ്ട് യൂലിത്തിയുടെ കഴുത്തറുത്തു. ഇവരുടെയൊക്കെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചാൽ എന്താ ശക്തി! അപ്പോഴാണ് നമുക്ക് ഒരു കുഞ്ഞ് ദൈവഹിതപ്രകാരം സ്വർഗത്തിലേക്ക് എടുത്തപ്പെട്ടപ്പോൾ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടിലേക്കൊക്കെ നോക്കണം. അനേക കുഞ്ഞുങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വഷളത്തരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മ്ലേച്ഛതകളിലേക്കാണ് ലോകം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുകയാണ് ഇത് ദൈവം വെച്ചു പൊറുപ്പിക്കത്തില്ല. അത് ഈ അധ്യായത്തിൽ തന്നെ ഇന്നിനി സമയമെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട്, അടുത്ത വചനമാണ് വായിക്കേണ്ടത്, അതുകൊണ്ട് ദൈവം തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അത് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ദൈവം തന്നെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് കാര്യമെന്നറിയാമോ? അവർ പാപത്തെ ചരതിച്ച് വെച്ചു, കൂട്ടിവെച്ചു, അക്യുമുലേറ്റ് ചെയ്തു. നിങ്ങൾ 2-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു നോക്കി. അതാണ് ഞാൻ ഈ പച്ചക്കിനിയും തുറക്കും. നമ്മളെല്ലാം ഈ പരിപാടി ചെയ്യുന്നവരാണ്. നമ്മളെല്ലാം ഇങ്ങോട്ട് നോക്കി, നമ്മളെല്ലാം ഇത് ചെയ്യുന്നവരാണ്. ഇന്നിന് അത് പറയാനുള്ള സമയമില്ല. അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 2-ാം അധ്യായം 6-ാം വാക്യം എന്ന് വായിച്ച്. 5-ാം വാക്യം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കുകയാണ്, കൂട്ടിവെക്കുകയാണ്. ദൈവം ഇപ്പോൾ ഒന്നും ഇടപെടത്തില്ല, വരുന്നുണ്ട്. ഇതറിയുന്നില്ല നമ്മുടെ യുവാക്കൾ, യുവതികൾ, അല്ലെങ്കിൽ മ്ലേച്ഛതയിൽ കഴിയുന്നവർ. ഒരു ലിമിറ്റ് കഴിഞ്ഞ് ദൈവം അശുദ്ധി അനുവദിക്കത്തില്ല. ഇല്ല. കർത്താവ് കാൽവറിയിൽ ഇങ്ങനെ ഇപ്പോഴും അറക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ശിക്ഷ വരാതിരിക്കുന്നത്. കർത്താവ് ഇപ്പോഴും അറക്കപ്പെട്ട് നിൽക്കുകയാണോ? അതോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മഹാപ്രതിഭയോടെ മാത്രം നിൽക്കുകയാണോ? വെളിപാട് പുസ്തകം എടുക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 3-ാം അധ്യായം അറക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു. എത്രാം അധ്യായമാണ്? 4-ാം അധ്യായം 6-ാം വാക്യം. 5-ാം അധ്യായം 6-ാം വാക്യം. 5-ാം അധ്യായം 6-ാം വാക്യം.
ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് നിൽക്കുന്നത് പോലെ കണ്ടു. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട് നിൽപ്പുണ്ട് എന്നുള്ളത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതിയപ്പോൾ കർത്താവ് മരിച്ചിട്ട് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ട് 50 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. എന്നിട്ടും പൗലോസ്ലീഹ പറയുകയാണ് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നിൽക്കുന്നത് പോലെ കണ്ടുവെന്ന്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം എടുക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. ക്രിസ്തുയേശു അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് നിന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ പാപവും, പൊട്ടച്ചൊല്ല, ചീത്തത്തരം, കളിവാക്ക, മദ്യപാനം, നിന്ന, തൊന്നുവിഷം, അസൂയ, കുരള, ഏഷണി, കുലപാതകം, മ്ലേച്ഛത, പരസംഗം, വ്യഭിചാരം, ഫൊർണിക്കേഷൻ, എല്ലാം സകലതും അവൻ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട്. ഇപ്പോഴും നമ്മളാണ് ആ കത്തി വെച്ച് അറക്കുന്നത്. ഒരു പാപം ചെയ്യുമ്പോൾ യേശുവിൻ്റെ ശരീരത്ത് നമ്മളിപ്പോഴും ഒരു മുറിവുണ്ടാക്കും. ആ മുറിവ് അവൻ ഏറ്റെടുത്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് പാപം ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ അശുദ്ധിയെ ദൈവത്തിന് ഒരു ലിമിറ്റിനപ്പുറം വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ടാമതും ഭൂമിയെ നശിപ്പിച്ചത്. ദൈവപുത്രന്മാരെ ഭോഗിക്കത്തക്കവണ്ണമുള്ള അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ അങ്ങേയറ്റമെത്തി. അതുപോലെയാണ് ഇപ്പോൾ ലോകം. ഇപ്പോഴത്തെ ലോകം അതുപോലെയാണ്. അതുകൊണ്ട് അധികം ഇനി ഇതിന് ആയുസ്സുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് ഒരു ദൂത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയേ പറയാനുള്ളൂ. ദൈവമക്കളെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ, വിശുദ്ധി പ്രാപിപ്പീൻ. അതിൻ്റെ ഒരു 2 ലൈനൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. കാരണം ഇനി പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ ക്രക്സ് ഓഫ് ദി റോമൻസ് 16-ാം വാക്യമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദി യഹൂദനും പിന്നെ ഏവനും രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 11-ാം വാക്യം മുതൽ നമുക്ക് അടുത്ത ദിവസം ധ്യാനിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് തലകളെ വണക്കിക്കൊണ്ട് നമുക്ക് ജീസസ് പ്രേയറിലേക്ക് പ്രവേശിക്കാം. Slaughter